ഫ്രണ്ട്സ്, ഞാനിന്ന് ഈ ക്ലോത്തും ഇതും വെച്ചിട്ട് മോക്കൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവാണ്. അതിൻ്റെ വീഡിയോസാണ് കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ യോക്ക് വയ്ക്കുന്നത് ഇതാണ് വെക്കുന്നത്. യോക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ലൈനിങ് ഒരു 1/2 മീറ്റർ വരെ ആയിരിക്കും. ഞാൻ ബ്ലാക്ക് ലൈനിങ്ങാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്, അത് തന്നെ വെച്ച് കൊടുക്കുകയാണ്. ഇത് നമ്മൾ വലുതായിട്ട് അറിയത്തില്ലല്ലോ അതിൻ്റെ നിറം. അപ്പോഴാണ് ബ്ലാക്ക് ലൈനിങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കിനി ഇതിൽ മാർക്കിങ്സ് കൊടുക്കാം. ഒരു കഴുത്തകലം മോക്ക് എനിക്ക് തോന്നുന്നു ഒരു 2.5 മതിയാവും. 2.25 കൊടുക്കാം. ഓക്കെ, 2.25 കൊടുക്കാം. തയ്ച്ച് വരുമ്പോൾ 2 കിട്ടും. പിന്നെ ഇവിടെ സ്ലീവ് എന്ന് പറയുന്നത് ഞാൻ സ്ലീവ് വെക്കുന്നില്ല, സ്ലീവ്ലെസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ അവിടെ ഞാനവിടെ ഒരു 2.5 കൊടുക്കാം. 2.5 അവിടെ നിന്ന് താഴോട്ട് ഒരു 4 ഇഞ്ച്, ആ ഫോണിൻ്റെ അവിടെ ഒരു 4 ഇഞ്ച് കൊടുക്കാം. ഒരു ഇഞ്ച് കൊടുക്കാം, കുഴിച്ച് കട്ട് ചെയ്യാനായിട്ടാണ്. ഓക്കെ, കഴുത്ത് നമുക്ക് പിന്നീട് വെട്ടാം. ഇതിൻ്റെ ലെങ്ത്ത്, യോക്കിൻ്റെ ലെങ്ത്ത് ഞാൻ കൊടുക്കുന്നതെന്ന് വെച്ചാൽ 9 തയ്ച്ച് പോകുമ്പോൾ അത്ര മതിയാവും. മേളിൽ ഹാഫ് ഇവിടെ പോയിട്ട് 8 കാണും. അപ്പോൾ 9 കൊടുക്കാം. ഓക്കെ, 9 കൊടുത്തു. ഇവിടെ 22 ടോട്ടൽ വേണ്ട. അപ്പോൾ 11ൻ്റെയും പകുതി എന്ന് പറയുമ്പോൾ 5.5 ഓക്കെ മതിയാവും. 5 അത് 6.5 കൊടുക്കാം. 6.5 ഒന്നും വേണ്ട. ഓക്കെ, ഇവിടുത്തത് താഴെ ഒരു 5.5 അല്ലെങ്കിൽ ഒരു 6 കൊടുത്താൽ മതിയാവും. ഇവിടെ ഒരു 5.5 അല്ലെങ്കിൽ 5.5 6 ഒക്കെ കൊടുക്കാം. ഇവിടെ നിന്ന് എനിക്കൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ നിന്നും ഒരു 2 ഇഞ്ച് അതേപടി ഞാൻ മാർക്ക് ചെയ്യുകയാണ്. ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. കഴുത്തൊന്നും ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല, പിന്നീട് മാർക്ക് ചെയ്യാം. ഇവിടെ കയറ്റി വിടേണ്ട കാര്യമില്ല, ഞാൻ അംബ്രല്ല വിട്ടാണ് താഴെ കൊടുക്കാൻ പോകുന്നത്. അപ്പം കട്ട് ചെയ്തെടുക്കാം. സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ലൈനിങ് വെച്ചിട്ട് മെയിൻ ക്ലോത്ത് ഒന്ന് മുറിച്ചെടുക്കാം. മെയിൻ ക്ലോത്ത് ഞാൻ അതേ അളവിലല്ല, ഇച്ചിരി വലുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യം പോലെ വെട്ടി സ്റ്റിച്ച് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാമല്ലോ. അതിന് വേണ്ടി കൂടുതലായിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. നമുക്കിനി ബോട്ടം പാർട്ട് വെക്കാനായിട്ട് ഞാൻ എൻ്റെ കയ്യിലിരുന്ന ക്ലോത്ത് മുഴുവനായിട്ട് അങ്ങ് എടുക്കുകയാണ്. ഞൊറിവ് കൂടുതൽ വെക്കുമ്പോൾ കൂടുതൽ ഭംഗിയായിരിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ താഴത്തെ പാർട്ട് എടുക്കാം. യോക്കുമായിട്ട് ഞൊറിവ് വെച്ച് നോക്കിയിട്ട് കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ മേളിലും താഴെയും കൂടെ തയ്യലിനും എല്ലാത്തിനും കൂടെ ചേർത്ത് നമുക്ക് 19 ഇഞ്ച് അടയാളപ്പെടുത്തുകയാണ്. നമുക്കപ്പോൾ ഈ 19 ഇഞ്ച് അടയാളപ്പെടുത്തിയത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വേറെ ഒന്നുമില്ല, സ്ട്രെയിറ്റായിട്ട് മാർക്ക് ചെയ്തങ്ങ് കട്ട് ചെയ്തെടുക്കുവാണ് ക്ലോത്ത്. അവിടെ വേറെ അളവിൻ്റെ കാര്യങ്ങളോ വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ആ അളവനുസരിച്ച് നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണം അതനുസരിച്ച് വെട്ടി കട്ട് ചെയ്ത് എടുക്കുക.
പീസ് ഇങ്ങനെയാണ്, 2 പീസാണിത്. ഓക്കെ, കട്ട് ചെയ്തെടുത്തത് എത്ര 19 നീളത്തിൽ, വീതി ഉണ്ടായിരുന്ന വീതിയിൽ ഞാൻ എടുത്ത ക്ലോത്താണ്. അപ്പോൾ എനിക്ക് ഫ്രണ്ട് വശത്തിന് ഞുറിവിന് വേണ്ടി ഞാൻ ഇത് രണ്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് ഫ്രണ്ട് വശം കൊടുക്കുന്നത്. ബാക്ക് വശത്തിലും ഇതുപോലെ ഇതുപോലെ 2 പീസ് വേണം. ഇന്നത്തെ പീസിന് വേണ്ടി ഞാനതുപോലെ തന്നെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ട് ഞാൻ അതുപോലെ തന്നെ 2 പീസ് എടുത്ത് ജോയിൻറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ജോയിൻറ്റ് എടുക്കുമ്പോൾ കൂടുതൽ ഞൊറിവ് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ തന്നെ എടുത്ത 19 ലെങ്ത് എടുത്തേക്കുന്നത്. ഓക്കെ, കട്ട് ചെയ്തെടുക്കുക. പാർട്ടെന്ന് പറയുന്നത് യോക്ക് പാർട്ടിൻ്റെ ഇതെന്ന് പറയുന്നത് ലൈനിങ്ങും, ഇതെന്ന് പറയുന്നത് നമ്മൾ വെക്കുന്ന ആ ഫാബ്രിക്കാണ്, മുമ്പേ കൊടുക്കുന്ന ഫാബ്രിക്കില്ലേ അതുകൂടാണ്. ഇത് ഞാൻ സ്റ്റിഫിൽ ഒരു 2 ഇഞ്ച് കഴുത്തകത്തിൽ, ഇങ്ങനെ 2 ഇഞ്ച് കഴുത്തകത്തിൽ, ഫുള്ള് 4 ഇഞ്ച് അങ്ങനെ വെട്ടിയെടുത്ത്, ഇറക്കം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കൊടുക്കാം, വെട്ടിയെടുത്ത സ്റ്റിഫാണ്. അത് ഞാൻ ആദ്യം അറ്റാച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അത് ഞാൻ ആദ്യം ഇതിൽ ഈ ഫാബ്രിക്കിൽ നമ്മുടെ ലൈനിങ് ക്ലോത്തിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ്. നമുക്കിപ്പോൾ കഴുത്തകലം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് 2.25 കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ഞാനിപ്പോൾ 2 ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ. അത് അങ്ങനെയാണ് സ്റ്റിഫും വെട്ടിയെടുത്തേക്കുന്നത്. 2 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് അവിടെ കറക്റ്റായിട്ട് സ്റ്റിഫ് കൊടുത്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. നമ്മൾ കഴുത്ത് സ്റ്റിഫ് വെച്ച് ഒന്ന് തയ്ച്ചെടുത്തതിന് ശേഷം ബാക്കി തുണി അങ്ങ് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്കിത് മെയിൻ ഫാബ്രിക്കിൽ വെച്ചിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് തിരിച്ച് മറിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്നെടുക്കാം. അതിനുശേഷം നമുക്ക് ആ ലൈനിങ്ങുമായിട്ട് ഈ മെയിൻ ക്ലോത്ത് ഒന്ന് അറ്റാച്ച് ചെയ്ത് എല്ലായിടവും കൂടെ എല്ലാ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് എക്സ്ട്രാ ക്ലോത്ത് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇതിപ്പോൾ ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ്ങാണ് ഞാൻ വെട്ടിയെടുത്തിരുന്നതൊക്കെ. അതിൽ കഴുത്തകലം ഞാൻ വെച്ചിരിക്കുന്നത് ഒരു സൈഡിൽ 2 ഇഞ്ച്, അങ്ങനെ ടോട്ടൽ 4 ഇഞ്ച് തന്നെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ബാക്ക് പാർട്ടിൽ നമ്മുടെ തലയിൽ കൂടി ഇടാനുള്ള ഈസിനെസ്സിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു 1.5 ഇഞ്ചിൽ ഒരു സ്ലിറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് തയ്ച്ചെടുക്കാം. അതായത് തയ്ക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ക്ലോത്ത് വെച്ചിട്ട് തന്നെയാണ് തയ്ക്കുന്നത്. മെയിൻ ക്ലോത്ത് അതുപോലെ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്തെടുത്ത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് സൈഡും ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. നടുക്ക് ശേഷം ചെറിയ ചെറിയ വെട്ടിട്ട് കൊടുക്കുക. നമുക്കിനി തിരിച്ചിട്ടെടുക്കാം. ആ കോണ് പോലുള്ള സൈഡെല്ലാം ഒന്ന് നൂത്ത് കൊടുക്കുക, കറക്റ്റ് ആയിട്ടെടുക്കുക. അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് പാർട്ടും എടുത്ത് വെച്ചിട്ട് ഷോൾഡർ ടു ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം.
ഇനി നമുക്ക് മെയിൻ ക്ലോത്തും ലൈനിങ്ങും കൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് വേസ്റ്റായിട്ടുള്ള ബാക്കി ക്ലോത്തെല്ലാം സൈഡിലത്തെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി ബോട്ടം പാർട്ടിന് വേണ്ടി ലൈനിങ് എടുത്തേക്കുവാണ്. അത് മെയിൻ ഫാബ്രിക്കിനേക്കാളും കുറച്ചെടുത്താൽ മതി. പക്ഷേ നമ്മൾ ഞുറിവിടുമ്പോൾ കറക്റ്റായിട്ട് ഞുറിവിടണം. അപ്പോൾ ലൈനിങ് എടുക്കുക. അതിന് ശേഷം നമ്മുടെ മെയിൻ ക്ലോത്ത് ഞാൻ പറഞ്ഞ 2 പാർട്ടായിട്ടാണ് ഇരുന്നത്, അതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. 2 സ്റ്റിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലൈനിങ് ക്ലോത്തിൽ ചെറിയ ചെറിയ ഞുറിവെട്ടെടുക്കുമ്പം ഒന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ താഴെ എത്രയാണോ അത്രയും ഞുറിവിട്ട് ആ ക്ലോത്ത് ചുരുക്കിയെടുക്കണം. മനസ്സിലായോ? ആ യോക്കിൻ്റെ അത്രയും ലെങ്ത്തിൽ ഫ്രണ്ട് പാർട്ടാണെങ്കിൽ ഫ്രണ്ട് പാർട്ട്, അല്ലെങ്കിൽ ബാക്ക് ആണെങ്കിൽ ബാക്ക്, അതങ്ങനെ കറക്റ്റ് ഞുറിവിട്ട് എടുക്കുക. യോക്കുമായിട്ടൊന്ന് വെച്ച് നോക്കാം. യോക്കുമായിട്ട് വെച്ച് കൊടുത്തി കറക്റ്റ് ചെയ്തെടുക്കുക. എനിക്കിപ്പോൾ അത്രയും യോക്കിൻ്റെ ലെങ്ത്ത് വേണ്ട, ഞാൻ ശകലം കുറച്ചിട്ടൊന്ന് നോക്കുവാണ്. അങ്ങനെ വെച്ച് നോക്കിയിട്ട് ഞുറിവ് എക്സ്ട്രാ ആയിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ചുരുക്കി ആ സൈസിനൊന്ന് ഞുറിവിട്ട് എടുക്കാം. ലൈനിങ് അല്ലേ, കുഴപ്പമില്ല. ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ മുകളിൽ ഈ മെയിൻ ക്ലോത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തൊന്ന് എടുക്കാം. മെയിൻ ക്ലോത്തും നമ്മുടെ ആ താഴത്തെ ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് അനുസരിച്ച് നമുക്ക് ഇതിട്ട് കൊടുക്കാം, ഞുറിവിട്ട് കൊടുക്കാം. ഇച്ചിരി വലിയ ഞുറിവിടുമ്പോൾ കുറേ ക്ലോത്ത് അങ്ങ് അതിൻ്റെ അകത്തോട്ട് കയറിപ്പോവും. അപ്പം നമുക്ക് നല്ല രീതിയിൽ ഞുറിവ് കിട്ടും. എനിക്കിപ്പോൾ താഴെ വെച്ച്, അതായത് ലൈനിങ്ങിനേക്കാളും ഫ്രണ്ട് ക്ലോത്ത് കൂടുതലായിപ്പോയി ഞുറിവിട്ട് വന്നു. അപ്പം ഞാൻ പിന്നെ കുറച്ചങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് അതേ സൈസിന് എടുത്തു തുണി. നമ്മൾ ബാക്ക് പാർട്ടും ഇതുപോലെ തന്നെ ഇനി ചെയ്തെടുക്കുക. കണ്ടോ, എക്സ്ട്രാ ക്ലോത്ത് ഞാൻ കളഞ്ഞു, കട്ട് ചെയ്ത്. നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് അങ്ങനെ തന്നെ വെച്ചിട്ട് മെയിൻ ക്ലോത്തുമായിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ലൈനിങ്ങും ഇതും കൂടി ചേർത്തെടുത്തു. ഇനി ലൈനിങ്ങിൻ്റെ എൻഡൊന്ന് മടക്കി അടിക്കാം. ഞാൻ ആദ്യം വിചാരിച്ച് മടക്കി അടിക്കേണ്ടതാണ്. അപ്പം ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് നമ്മുടെ മെയിൻ ക്ലോത്തിനേക്കാളും കൂടുതലായി. അപ്പം ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് മടക്കി അടിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് യോക്ക് പാർട്ടുമായിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. അതിന് വേണ്ടി സെൻറ്റർ ഒന്ന് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ട് 2 എൻഡിലോട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ബാക്ക് പാർട്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സെൻറ്ററിൽ നോച്ച് കൊടുത്തിട്ട് ഒന്ന് കറക്റ്റ് നോക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് കറക്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ആം ഹോൾ ഞാൻ വിചാരിച്ചു ബോട്ടം പാർട്ടിലെ മെറ്റീരിയൽ ഉണ്ടല്ലോ അതെടുത്തിട്ട് ഒന്ന് അവിടെ സ്റ്റിച്ച് 1/2 ഇഞ്ച് വിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് മറിച്ച് പൈപ്പിംഗ് പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ബാൻഡ് പീസ് പോലെ എടുത്തിട്ട് സൈഡിൽ വെച്ചിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം ഒന്ന് മറിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. പൈപ്പിംഗ് പോലെ ഒന്ന് മറിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. വെട്ടാനുള്ള വള്ളിക്ക് വേണ്ടിയിട്ട് ഒരു പീസ് എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് അടിച്ചിട്ട് തിരിച്ച് എടുക്കാം.
നമ്മൾ തയ്ച്ചെടുത്ത ബാൻഡിനെ ഒന്ന് തിരിച്ചിട്ടെടുക്കാം. സ്റ്റിച്ചിങ് പാർട്ട് അകത്ത് വരുന്ന രീതിയിൽ ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം നമുക്കത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഫ്രോക്കിൽ. ഫ്രോക്ക് തിരിച്ചിട്ട് ഷേപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് ഈ ബാൻഡ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഒരു സ്റ്റിച്ച് ചെയ്താലും മതിയാവും. നോക്കിയിട്ട് ഒരു സ്റ്റിച്ച് കൂടെ ചെയ്യാം. പിന്നീട് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോഴത്തെ സൈഡിൽ നമ്മൾ ബാൻഡ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഷേപ്പ് ചെയ്തൊന്ന് എടുക്കുക. ലൈനിങ്ങും മെയിൻ ക്ലോത്തും എല്ലാം നേരെ വെച്ചിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ കുട്ടികളെ, ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ബാക്ക് പാർട്ട്. ഇനി ഹുക്ക് വെക്കാനുണ്ട്. ഫ്രണ്ടിൽ എനിക്ക് കുറച്ച് വർക്കും ചെയ്യാനുണ്ട്. അത് ചെയ്തിട്ട് പിന്നെ കാണാം.